നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ചാരവശാൽ ബുധൻ സ്വന്തം നിജക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ മീനൻ രാശിയിൽ പ്രവേശിക്കുന്ന ബുധൻ 20 ദിവസക്കാലമാണ് തൻ്റെ നിജരാശിയായ മീനത്തിൽ നിൽക്കുന്നത്. പക്ഷെ ബുധനെ നിജരാശിയിലാണെങ്കിലും ബുധൻ്റെ ഓരോ മാറ്റവും വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ബുധ ഫലതസ്തു സർവത, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാകുന്നു ബുധൻ. അതിനാൽ ബുധൻ്റെ ഈ അരിഷ്ടതകൾ, നീചരാശിയിലേക്കുള്ള സ്ഥിതി എപ്രകാരം ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബുധനെ കൊണ്ടാണ് എല്ലാതരം വിദ്യകളും നാം ചിന്തിക്കുന്നത്. വചനം ജ്ഞാനമിന്ദോസ്തനൂജ, വചനം, വാക്ക്, അറിവ്, ഇതൊക്കെ ബുധൻ്റെ കാരക ധർമ്മങ്ങളാകുന്നു. ബുധനെ കൊണ്ടാണ് വിദ്യയുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ടെക്നിക്കലായ സ്റ്റഡീസ്, പ്രിൻറ്റിങ് മുതൽ എല്ലാ മേഖലകളിലും ഒക്കെ ചിന്തിക്കുന്നത്. ഫോറൻസിക്കുമായി ബന്ധപ്പെടുന്ന സ്റ്റഡീസിനൊക്കെ തന്നെ ബുധൻ ജ്യോതിഷത്തിൽ നല്ല സ്ഥാനത്തായിരിക്കണം. ഈവൻ ഒരു ജ്യോതിഷിക്ക് ബുധൻ നല്ല സ്ഥാനത്താണെങ്കിൽ മാത്രമേ നന്നായി ഫലപ്രവചനം നടത്തുവാൻ കഴിയുകയുള്ളൂ. അത്രത്തോളം ബുധൻ ദ ഇൻ്റലക്ച്വൽ പ്ലാനറ്റ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ ബുധൻ അത്രയധികം ദുർബലമായി നീചരാശിയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഈ ബുധഗ്രഹത്തെ നമുക്ക് സന്തോഷിപ്പിക്കാം? ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ എന്താകുന്നു ആ ശക്തമായ നരസിംഹ മന്ത്രം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യുർ നമാമ്യഹം എന്ന നരസിംഹ മന്ത്രം ഇവിടെ നിർബന്ധമായും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ഉരുവിടുക. ബുധനെ കൊണ്ട് ജ്യോതിഷത്തിൽ ശ്രീരാമാദ്യ അവതാരം വിഷ്ണുര് ഇതരക്ഷേത്രേഷു ചന്ദ്രാത്മജ എന്നാണ് പറയുന്നത്. വ്യാഴം മഹാവിഷ്ണുവാകുന്നു, ജീവോ നാരായണ. പക്ഷേ ബുധനെ കൊണ്ടാണ് ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു, അവതാര ദൈവങ്ങളെ ചിന്തിക്കേണ്ടത്. ശ്രീരാമൻ മുതൽ കൽക്കി വരെയുള്ള 10 അവതാരങ്ങളെയും നാം ചിന്തിക്കേണ്ടത് ബുധനെ കൊണ്ടാണ്. അതിനാൽ പെട്ടെന്ന് ഫലം ലഭിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പറയുക, ഈ ബുധൻ്റെ നീചരാശി സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. അവിടെ നരസിംഹസ്വാമിക്ക് മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായി നരസിംഹ മന്ത്രം ജപിക്കണം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന മന്ത്രം. ഏതായാലും ഈ ബുധൻ്റെ നിജരാശിയിലുള്ള മീനൻ രാശിയിലേക്കുള്ള ഈ മാറ്റം 20 ദിവസക്കാലം എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നത് ഓരോ രാശികൾക്കും എന്നാണ് നാം പരിശോധിക്കുന്നത്. ബുധൻ 2026 ഏപ്രിൽ മാസം 10-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 30-ാം തീയതി വരെയുള്ള 20 ദിവസക്കാലമാണ് നീചരാശിയിലേക്ക് പ്രവേശിക്കുന്നത്. മീനമാസം 27-ാം തീയതി മുതൽ മേടമാസം 17-ാം തീയതി വരെയുള്ള 20 ദിനങ്ങൾ. മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക, തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ ബുധൻ നിൽക്കുന്നത് നീചസ്ഥനാണ്, എങ്കിലും നിൽക്കുന്നത് 10-ാം ഭാവത്തിലാണ്, കർമ്മഭാവത്തിലാണ്. ബുധൻ 10-ാം ഭാവത്തിൽ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. സുത ശൗര്യഭാഖ്യേ എന്നാണ് വരാഹമിഹിർ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രജ്ഞാനവും ശൗര്യം, ശൂരതയും പ്രകടിപ്പിക്കും 10-ൽ നിൽക്കുന്ന ബുധൻ. ചമത്കാരി എന്താവണിൽ പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല ഫലമാണ്. മിതം സംവദേ നോമിതം സംലഭ്യത പ്രസാദേതരാപതി സൗരാജ്യവൃത്തി ബുധേ കർമ്മകെ പൂജനീയോ വിശേഷാൽ നിധി സമ്പദോ നീതിദണ്ഡാധികാരാൽ. താൻ കർമ്മമേഖലയിൽ പൂജിപ്പിക്കപ്പെടും, ബഹുമാനിക്കപ്പെടും, പിതാവിൻ്റെ സമ്പത്ത് കിട്ടും, അധികാരം തൻ്റെ കൈമേൽ ശക്തമായി ഉണ്ടാകുമെന്നാണ്. ഗ്രഹത്തിന് നീചസ്ഥിതിയാണ്, ദുർബലമാണ്. എങ്കിലും ഇവിടെ പൂർവികമായ സ്വത്ത് വളരെ കാലമായി വിൽക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന സ്വത്ത് വിൽക്കേണ്ട സമയമാണ്. തനിക്ക് പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക, പൈതൃകമായി ലഭിക്കുന്ന സ്വത്ത് തനിക്ക് വേണ്ട, അത് ആർക്കെങ്കിലും കൊടുക്കുക, ആ രീതിയിൽ വളരെ നല്ലതാണ്. അപ്രകാരം കർമ്മമേഖലയിൽ തന്നെ ഇച്ചിരി ക്ലേശങ്ങളും പ്രയാസങ്ങളും വന്നാൽ തന്നെ അതൊക്കെ അഭിമുഖീകരിച്ച് 20 ദിവസക്കാലം ശ്രദ്ധിച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ, വലിയ പരിക്കില്ലാതെ ഇവിടെ ബുധൻ മുന്നോട്ട് നയിക്കപ്പെടും. നിർബന്ധമായും കർമ്മമേഖലയിലെ ദോഷങ്ങൾക്ക് മാറാൻ സുദർശന പുഷ്പാഞ്ജലിയും പാനകവും നരസിംഹക്ഷേത്രത്തിൽ ചെയ്യുക. നല്ല രീതിയിൽ ആ ഒരു ക്ലേശങ്ങളെ മാറ്റാൻ ഈ പ്രാർത്ഥന, ഈ വഴിപാടുകൾ പരിഹരിക്കപ്പെടുന്നതാണ്. നന്ദി, നമസ്തേ.